ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ വരികയാണ്. നടൻ സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി, ആ പരാതി നൽകിയതിൻ്റെ പേരിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടുവെന്ന് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവ്. ഇത് സംബന്ധിച്ച് DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. താൻ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തി രഞ്ജിത്ത് തൻ്റെ ജോലി ഇല്ലാതാക്കിയെന്ന് യുവാവ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. രഞ്ജിത്തിൻ്റെ ലൈംഗിക പീഡനം തുറന്നു പറഞ്ഞതോടെ തൻ്റെ ജീവിതവും കുടുംബവും തകർന്നുവെന്നും അദ്ദേഹം പറയുന്നു. പരാതി പിൻവലിക്കാൻ രഞ്ജിത്തിൻ്റെ അഭിഭാഷകൻ പണം വാഗ്ദാനം ചെയ്തെന്നും യുവാവ് ആരോപിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിൻ്റെ പേരിൽ ആ പരാതിക്കാരന് ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. നേരത്തെയും ഈ പരാതിക്കാരൻ കേരള വിഷൻ ന്യൂസിനോട് തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയതാണ്. ഇപ്പോഴത്തെ ആ പരാതിക്കാരൻ്റെ ജോലി കൂടി പോയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അതേക്കുറിച്ച് വിശദീകരിക്കാൻ പരാതിക്കാരൻ തന്നെ ഒപ്പമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ആക്ച്വലി ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഓൾറെഡി ഇത്രയും ദിവസം 3 ആഴ്ചയായി ഞാൻ ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പം ഈ പ്രശ്നം നടന്ന പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ചാനൽസിന് ഞാൻ കൊടുത്തിരിക്കുന്ന ബൈറ്റിന് ശേഷം എൻ്റെ ഹോട്ടലിലെ മേലുദ്യോഗസ്ഥർ എനിക്ക് മേലുള്ള CEO ആണെങ്കിലും GM ആണെങ്കിലും അവരെന്നോട് സംസാരിക്കുകയും അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുക. മറ്റൊന്നുമല്ല, രഞ്ജിത്ത് വളരെയധികം നമ്മുടെ ഹോട്ടലുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആ സമയത്തും ഞാൻ DGPക്ക് കൊടുത്ത ഇമെയിലിലെ കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പൂർണ്ണമായും രഞ്ജിത്തിൻ്റെ അഡ്വക്കേറ്റ് ഓൾറെഡി ഇവരുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ഒരു കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഒരു ഓഫറോ ഇതിൽ നടക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ എന്നോട് ആളുകൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലോങ് ലീവ് എടുക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ 1 വീക്ക് ഞാൻ ലോങ് ലീവ് എടുത്തു. വീക്ക് കഴിഞ്ഞ് ഞാൻ അവരെ GMുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ വീക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിൽ. ഞാൻ അന്ന് തുറന്നു പറയാതിരുന്നത്, അന്ന് ആ സംഭവിച്ച സമയത്ത് ഞാൻ വളരെ ചെറുതാണ്. അന്ന് പറഞ്ഞ ആളുകൾ ഇതാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശ്വസിച്ചവർ പോലും എന്നോട് പറഞ്ഞത്, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം, അഥവാ ഈ ഒരു ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറച്ചു വെക്കണം, ആൺകുട്ടിയാണ്, ഇത് നിൻ്റെ ജീവിതത്തിന് വേറെ പല പ്രശ്നങ്ങളും വരും എന്നല്ല അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഇത് തുറന്നു പറയാൻ കാരണം ഇതുപോലെ വേറൊരാൾക്കും സംഭവിക്കരുത്, നമുക്ക് അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബം, ഇപ്പോൾ 2ാമത്തെ ജോലി. ഇപ്പം 3 ആഴ്ചയായി ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ കാര്യം, എന്നെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരിൽ നിന്ന് ഒരു രീതിയിലും ഇനി എന്നെ തിരിച്ചെടുക്കില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. അതിനെതിരെ താങ്കൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു. ആ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയാണ്. ഇന്നിപ്പോൾ പോലീസിന് അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഞാൻ ആക്ച്വലി 2 ദിവസം മുമ്പ് ഐശ്വര്യ ഡോക്ടർ മാമിനെ വിളിക്കുകയും ഞാൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിലും. അപ്പം ഞാൻ മാഡത്തിനായിട്ട് സംസാരിച്ചു, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ സംഭവം, അഥവാ ഇതിനിടയിൽ രഞ്ജിത്ത് സ്വാധീനം ചെലുത്തിയതുകൊണ്ടും ഈ ജോലിക്ക് അവർക്ക് നല്ല സമ്മർദ്ദമുണ്ട്. എൻ്റെ ജോലി കമ്പനിയിൽ രഞ്ജിത്തിൻ്റെ ആളുകൾ രഞ്ജിത്ത് വിളിക്കുകയും ഞാൻ എപ്പോഴാണ് പോകുന്നത് ഇറങ്ങുന്നത് എല്ലാ കാര്യങ്ങൾക്കും അവർ അറിയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ മാറ്റി നിർത്തിയത്. അപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അത് ഞാൻ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ. ഇതിൽ നുണകളൊന്നുമില്ല, സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തു. മറ്റൊന്ന്, ഈ രഞ്ജിത്തിൻ്റെ അഭിഭാഷകൻ നേരത്തെ താങ്കൾ പറഞ്ഞു താങ്കളെന്തോ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന്. ഏത് രീതിയിലാണ്? അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മെയിൽ ചെയ്തത്, ഞാൻ DGPക്ക് കംപ്ലയിൻ്റ് ആദ്യമായിട്ട് റൈസ് ചെയ്ത ആ മെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പറയുന്ന രീതിയിൽ ഒരു മെയിൽ തിരിച്ച് DGPക്ക് അയക്കാൻ. അങ്ങനെ അയക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ എഫക്റ്റ് ഈ ഒരു കംപ്ലയിൻറ്റ് റേസ് ആവാതെ ഇത് ഫ്രീസായി പോവും എന്നുള്ളതുകൊണ്ടായിരിക്കണം അവർ പറഞ്ഞ രീതിയിൽ ഒരു മെയിൽ അയക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഞാനത് തയ്യാറാവാത്തതിൻ്റെ മെയിൻ റീസൺ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ലെന്ന് രഞ്ജിത്തിൻ്റെ അഭിഭാഷകൻ തന്നെ രഞ്ജിത്തിനോട് പറഞ്ഞിട്ടുണ്ട്.
സോ അതുകൊണ്ട് അത് നടന്നില്ല. അവരെന്തെങ്കിലും ഓഫർ തന്നിരുന്നോ? അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു ഫിഗർ എന്നോട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ പറയുന്ന രീതിയിൽ ബൈറ്റ് കൊടുക്കണം എന്നും അവർ പറയുന്ന രീതിയിൽ മെയിൽ അയക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് തയ്യാറാവാത്തതല്ല. ഞാൻ അവരോട് പറഞ്ഞത് ആവശ്യപ്പെട്ടത് എനിക്ക് എൻ്റെ ജോലി ആവശ്യമാണ്, എൻ്റെ സത്യം അവിടെ ആവശ്യമാണ്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആവണം. ഓഫർ ചെയ്തിട്ടുണ്ട്, അവർ ഓഫർ ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പെർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകൾ, ഈ ഹോട്ടലിലുള്ള ആളുകൾ തന്നെയാണ് ഇതിൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരൊരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, ഞാൻ ജോലിയിൽ ഇനിയും തുടരണം, ഇതുമായി ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടായിരിക്കണം അവരെന്നോടത് പറഞ്ഞത്. ഇനി നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതെ, അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പരാതിക്കാരൻ്റെ തീരുമാനം. അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങളാണ്, പ്രലോഭനങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.